ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായവരിൽ മലയാളികളും ഹരിദ്വാറിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോവുകയായിരുന്ന 28 അംഗ മലയാളി സംഘത്തെ ബന്ധപ്പെടാനാകുന്നില്ല. തൃപ്പൂണിത്തുറയിൽ നിന്ന് പോയ 8 പേരും മുംബൈയിൽ നിന്ന് പുറപ്പെട്ട 20 പേരുമാണ് സംഘത്തിലുള്ളത്. അതേസമയം ഇവർ സുരക്ഷിതരാണ് എന്ന വിവരമുണ്ടെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശിയായ സൈനികൻ ശ്രീകാന്തിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് കുടുംബം അറിയിച്ചു. പ്രദീപ് ജോസഫും CK വിജയനും വിശദവിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ് ജോസഫിലേക്ക്. പ്രദീപ് ജോസഫ്, എന്താണ് വിശദ വിവരങ്ങൾ? സുരക്ഷിതനായിരിക്കുന്നു എന്ന വിവരമാണോ ബന്ധുക്കൾക്ക്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിനോടകം? മലയാളികളുടെ 8 അംഗ സംഘമാണ് വിനോദയാത്രയ്ക്കായി പോയിരുന്നത്. ഇവരിൽ കേരളത്തിൽ നിന്നുള്ള 8 അംഗ സംഘമുണ്ട്. 20 പേർ മുംബൈയിൽ താമസമാക്കിയ മലയാളികളാണ്. ഈ 8 പേരും പരസ്പരം ബന്ധുക്കളാണ്. തൃപ്പൂണിത്തുറ, കായംകുളം, തിരുവനന്തപുരം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരാണ് ഈ 8 പേർ. ഇവർ സുരക്ഷിതരാണ് എന്ന് സൈന്യം മുഖേന പ്രാഥമികമായ ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന്. എന്നാണ് ഇവർ യാത്ര പോയത്? ഇവർ 2-ാം തീയതി ഡൽഹിയിലെത്തി. പിന്നെ ഉത്തർകാശിയിൽ നിന്ന് ഇന്നലെ രാവിലെ 8:30 അവിടുന്ന് നേരെ ഗംഗോത്രിയിലേക്ക് പുറപ്പെട്ടു. ഗംഗോത്രിയിൽ പോകുന്ന വഴിക്കാണ് അവർ വിളിച്ച് 8:30 കഴിഞ്ഞപ്പോഴാണ്, ഏകദേശം അവർ 8:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ മക്കളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് പോവുകയാണ്, ഉച്ചയോടുകൂടി അവിടെ എത്തും എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ അവർ ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല, കാണാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ഈ പോണ വഴിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലേറ്റസ്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞത്, ഡിഫൻസ് വഴി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർ സേഫാണ്. പക്ഷേ ബസ്സിൽ കുടുങ്ങി കിടക്കുകയാണ്. ആ ഏരിയയിലേക്ക് ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും 55 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതൽ ആളുകളും. അതിനകത്തുള്ളവരിൽ 90% 55 വയസ്സ് കഴിഞ്ഞവരും 60 വയസ്സിന് മേളിലുള്ളവരുമാണ്. അവർക്കൊക്കെ മെഡിസിനൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പോൾ ഈ ദിവസം ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഏത് ലൊക്കേഷനിലാണ് ഒരു കുടുങ്ങിയിരിക്കുന്ന വിവരമുണ്ടോ? അതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആർമിക്ക് പോലും അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആരൊക്കെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ബ്രദറും വൈഫും ചിറ്റയും ചിറ്റപ്പനും പിന്നെ അവരുടെ ബന്ധുക്കളും എല്ലായിട്ട്. നമ്മുടെ ബന്ധുക്കൾ തന്നെ 8 പേര്. പിന്നെ തൃപ്പൂണിത്തുറയിലാണ് അച്ഛൻ്റെ ബ്രദർ നാരായണൻ നായരും ശ്രീദേവി പിള്ളയും. പിന്നെ അവരുടെ സിസ്റ്റേഴ്സും ഹസ്ബൻഡും അവരൊക്കെ കായംകുളം, തിരുവനന്തപുരം ഇവിടങ്ങളിൽ നിന്നുള്ളതാണ്. പിന്നെ മുംബൈ മലയാളികളുണ്ട് കുറച്ച് പേര്. അവരുമായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലില്ല, നമുക്ക് അവരെ അറിയില്ല. ഇപ്പം ഈ ഇൻഫർമേഷൻ കിട്ടിയ ശേഷമാണ് അങ്ങനെ ആളുകളും കൂടെ ഉണ്ടെന്ന് നമ്മൾ. പാക്കേജ് ട്രിപ്പാണ്. അപ്പോൾ ഡൽഹി ചെന്നിട്ട് ഡെറാഡൂണിൽ നിന്ന് അങ്ങനെ പോയി ഉത്തരാഖണ്ഡ് വഴി അവരങ്ങനെ പോയതാണ്. അവരെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല. പക്ഷേ സൈന്യം വഴി കിട്ടിയ വിവരം അനുസരിച്ച് അവർ സുരക്ഷിതരാണ്. സൈന്യത്തിലും അവർക്ക് ഡയറക്റ്റ് റീച്ചില്ല. പിന്നെ ഉത്തരാഖണ്ഡിലുള്ള മലയാളി സമാജം ശ്രീകാന്തിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. CK വിജയൻ, ഈ സൈനികനെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? സൈന്യവുമായി ബന്ധപ്പെടാൻ ഈ കുടുംബം ശ്രമിച്ചിട്ടുണ്ടോ ഇതിനോടകം? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ശ്രീകാന്തിൻ്റെ സഹോദരൻ ഹരിദാസൻ അല്പം മുൻപാണ് നമ്മളെ ഈ ഇത്തരത്തിലൊരു വിവരം പങ്കുവെക്കുന്നതിന് വേണ്ടി വിളിച്ചത്. ഈ വിളിച്ചതിന് ശേഷം പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ സൈനിക സംഘത്തിലെ ഒരു പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ ഇവരെ വിളിച്ചിരുന്നുവെന്നും ആ വിളിച്ചപ്പോൾ ശ്രീകാന്തുമായി വീഡിയോ കോൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരവും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും അല്പം സമാധാനം ഇപ്പോൾ ഈ കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്കുണ്ട്. കാരണം ഒരു സൈനികൻ ഈ രീതിയിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന വിവരം. പക്ഷേ അത് പൂർണ്ണമായും കുടുംബങ്ങൾക്ക് സ്ഥിരീകരിക്കാനാവുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ശ്രീകാന്ത് വീട്ടിലേക്ക് വിളിക്കാത്തതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്ദേശങ്ങൾ അയക്കാത്തത് എന്ന കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് 2:30 അവസാനം ശ്രീകാന്ത് കുടുംബാംഗങ്ങളുമായി കോൺടാക്ട് ചെയ്തത്. അപ്പോൾ പറഞ്ഞത് ഈ സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണ് എന്നാണ്. പിന്നീട് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ആശങ്ക. ഏതായാലും നിരന്തരമായി അവരുടെ ബറ്റാലിയൻ ഉൾപ്പെടെയുള്ള ആർമി സംഘം ഉൾപ്പെടെയുള്ള കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവർ ശ്രമം നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ കുറിച്ചും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇവരൊക്കെ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം ലഭ്യമാകുമെന്ന് വിചാരിക്കാം. പ്രദീപ് ജോസഫും CK വിജയനുമാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.